തീർത്ത തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളെ അണച്ചു പിടിച്ചുകൊണ്ട് മാധവ് മെല്ലെ വിളിച്ചു. ഉം. അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നുകൊണ്ട് അവൾ വിളി കേട്ടു. എന്തിനാടോ? ബാക്കി പറയാനാവാതെ അവൻ്റെ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നും പറയാതെ കണ്ണു നിറച്ചു നിൽക്കുകയാണ് അവൾ. മാധവ് അവളുടെ വീർത്തുന്തിയ വയറിൽ വാത്സല്യത്തോടെ തഴുകി. അച്ഛൻ്റെ സ്പർശമറിഞ്ഞതും കുഞ്ഞൊന്നിളകി. തീർത്ത വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. മാധവ് മെല്ലെ കുനിഞ്ഞ് അവളുടെ നിറവയറിൽ ചുണ്ട് ചേർത്തു. ഏട്ടാ, ഞാൻ ഞാൻ മരിച്ചു പോകുമോ? ഇല്ല, ഒന്നിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല തീർത്ത. നീയില്ലാതെ എനിക്കാവില്ല. എനിക്കും നമ്മുടെ കുഞ്ഞിനും നിന്നെ വേണം. ആ ജാതകം പിഴച്ചുപോയെന്നും രാശിപ്പലകയ്ക്ക് തെറ്റുപറ്റിയെന്നും നമുക്ക് തെളിയിക്കണം, നമ്മുടെ സ്നേഹം കൊണ്ട്. മാധവ് കണ്ണീരോടെ അവളെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നറിയില്ല. എൻ്റെ ശിവൂട്ടിയെ നോക്കിക്കോണേ. അവളെ വേദനിപ്പിക്കരുത്. അവൾക്കിനി ഏട്ടൻ മാത്രമേ ഉള്ളൂ. നിറഞ്ഞ കണ്ണുകൾ ഒന്ന് തുടയ്ക്കാതെ, അവനോട് യാത്ര പോലും പറയാതെ അവൾ തൻ്റെ വിധിയിലേക്ക് നടന്നകന്നു. ഒന്നും കരയാൻ പോലും ആകാതെ മാധവ് ധരിച്ചിരുന്നു. ഈ കഥയുടെ അവസാനം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇവിടെ നിർത്തണ്ട. മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രണയ കഥകളും ജീവിതം പറയുന്ന ജീവിത കഥകളും എല്ലാമായി ഹൃദയത്തെ സ്പർശിക്കുന്ന മലയാളം സ്റ്റോറികൾ കാണാൻ താഴെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ